കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പെന്ന പേരിലാണ് മിസൈൽ പരീക്ഷണം. കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു മിസൈൽ പരീക്ഷണമെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. മിസൈൽ പരീക്ഷണം സ്ഥിരീകരിച്ച് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവിയും രംഗത്തെത്തി. മിസൈൽ ട്രാക്ക് ചെയ്യാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറിയയുടെ സുരക്ഷാ അന്തരീക്ഷത്തിന് ഭീഷണിയാകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് പരീക്ഷണം നടത്തിയതെന്ന് കൊറിയ വ്യക്തമാക്കി. 130 മിനിറ്റ് സമയമെടുത്ത 1587 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും കൊറിയൻ വാർത്താ ഏജൻസി അറിയിച്ചു. മിസൈൽ പരീക്ഷണത്തിൽ സംതൃപ്തിയുണ്ടെന്ന് കിം ജോങ് ഉന്നും വ്യക്തമാക്കി. യുദ്ധപ്രതിരോധ സംവിധാനങ്ങളുടെയും ആണവ പ്രതിരോധ ഘടകങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണമെന്നും ഉത്തര കൊറിയ വ്യക്തമാക്കി. ഈ വർഷം 4ാമത്തെ മിസൈൽ പരീക്ഷണമാണ് ഉത്തര കൊറിയ നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം നടത്തുന്ന 2ാമത്തെ പരീക്ഷണവുമാണിത്. കിം ജോങ് ഉന്നുമായി യോജിപ്പുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മിടുക്കനായ വ്യക്തിയാണ് കിം ജോങ് ഉന്നെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ബുധനാഴ്ച മിസൈൽ വിക്ഷേപണ തയ്യാറെടുപ്പുകളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെ കടലിന് മുകളിലൂടെ വിക്ഷേപിച്ചതിനു ശേഷം നിരവധി ക്രൂയിസ് മിസൈലുകൾ ട്രാക്ക് ചെയ്തതായും ദക്ഷിണ കൊറിയൻ സൈന്യം വെള്ളിയാഴ്ച അറിയിച്ചു. ആണവ പോർമുനകൾ വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഉത്തര കൊറിയ വർഷങ്ങളായി പിന്തുടർന്നു വരികയാണ്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ പ്രകാരം ഔദ്യോഗികമായി നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അത്തരം മിസൈലുകൾക്കുള്ള ആശങ്കയും കുറവാണ്. ബാലിസ്റ്റിക് മിസൈൽ ആണവായുധ വികസനത്തിൽ നിന്ന് ഉത്തര കൊറിയ സുരക്ഷാ കൌൺസിൽ വിലക്കുകയും ലംഘനങ്ങൾക്ക് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കിം ഒരു രാജ്യത്തിന്റെയും പേര് പരാമർശിച്ചില്ല. 2018 മുതൽ 19 വരെ കിമ്മും ട്രംപും 3 തവണ കൂടിക്കാഴ്ച നടത്തി ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ US നേതൃത്വത്തിലുള്ള ഉപരോധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം അവരുടെ നയതന്ത്ര താളം തെറ്റി. അതിനുശേഷം തന്റെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി കിം ആയുധ പരീക്ഷണങ്ങളുടെ വേഗത കുത്തനെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വലിയൊരു ആണവ ശേഖരം കൈവശമുള്ളതിനാൽ ട്രംപുമായുള്ള നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാൻ കൂടുതൽ US ഇളവുകൾ നേടാൻ കഴിയുമെന്നും കിം കരുതുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. അതിനിടെ റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് ഉത്തര കൊറിയ കൂടുതൽ സൈനികരെ അയക്കുകയും സൈന്യത്തെ പുനർവിന്യസിക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം അതിർത്തി മേഖലയിൽ ഉക്രൈൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനെതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി കഴിഞ്ഞ വർഷം 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് വിന്യസിച്ചിരുന്നുവെന്ന് വ്യാഴാഴ്ച AFP റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഉക്രൈനിൽ നിന്ന് ഉത്തര കൊറിയ ഈ സൈനികരെ പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും അവരെ വീണ്ടും ഉക്രൈനെതിരെ പോരാടാൻ യുദ്ധമുഖത്ത് എത്തിച്ചതായാണ് സൂചന. എന്നാൽ കുർസ്കിൽ നിരവധി ഉത്തര കൊറിയൻ സൈനികരെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്തതായി അവകാശപ്പെട്ട് ഉക്രൈനും രംഗത്തെത്തി. ഉത്തര കൊറിയൻ സൈനികരുടെ ദൃശ്യങ്ങളും സെലൻസ്കി പുറത്തുവിട്ടു. റഷ്യയിൽ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യം പുടിനോ കിം ജോങ് ഉന്നോ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. സൈനിക വിന്യാസങ്ങൾക്കൊപ്പം റഷ്യൻ നിർമ്മാണ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ ഉത്തര കൊറിയൻ സൈനികരെയും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് IOV ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം പറയുന്നു. സുരക്ഷാ ഗ്യാരണ്ടികൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഉത്തര കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.